എന്നാലും സന്തോഷമായിട്ട് മാതാവ് ആനന്ദനൃത്തം ചവിട്ടിയത് ദർശിക്കാനായില്ല. ആഡംബരമല്ലേ, ഐശ്വര്യമല്ലേ, പേരും പെരുമയായില്ലേ ഇപ്പൊ അല്ലേ? 4 മാല മുമ്പില്
ഗുളിയൻ കുട്ടിച്ചാത്തങ്കാവിലെ ഈ വർഷത്തെ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് 5-ാം തീയതി രാവിലെ ഗണപതി ഹോമം കഴിഞ്ഞ് അതിനുശേഷം പിന്നെ ബിംബശുദ്ധി വരുത്തി അതിനുശേഷം കൊടിമരം മുറിക്കാൻ പോകുന്ന ഒരു ചടങ്ങുണ്ട്. അത് ആദിവാസികളും പിന്നെ നമ്മളുടെ എല്ലാവരും കൂടി പോയി കാര്യങ്ങൾ ചെയ്യും. പിന്നെ അവിടെ ചെന്ന് അതിൻ്റെ പൂജയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം മാത്രമാണ് കൊടിമരം മുറിച്ച് ഇവിടെ വന്ന് 10 മണിയോടുകൂടി ഇവിടെ കൊടി ഉയർത്തി അതിനുശേഷം കഴകം ഉണർത്തി ഉച്ചപൂജ നടത്തി അന്നദാനവും നടത്തിയതിന് ശേഷമാണ് വൈകുന്നേരം ഒരു 4 മണി 4-4:30 ആ ടൈമിലാണ് വീട്ടിൽ നിന്ന് നെഗലിൻ്റെ എഴുന്നള്ളത്തും പിന്നെ കുട്ടിച്ചാത്തൻ്റെ പിന്നെ 4-ാം മടത്തുനിന്ന് പിന്നെ നെഗലെഴുന്നള്ളിക്കും. അതിൽ ഭണ്ണാരവും പീഠവും ആയുധങ്ങളും ഇങ്ങോട്ട് താഴേക്ക് എഴുന്നള്ളിച്ചതിന് ശേഷം പിന്നെ ഇവിടെ സമാപിച്ചതിന് ശേഷം പിന്നെ പുഴയിൽ നിന്ന് കുട്ടിച്ചാത്തൻ്റെ കുളിച്ചാറാട്ട് അത് എല്ലാ വീടുകളിലും കയറി കാര്യങ്ങൾ അവർക്ക് വേണ്ട അനുഗ്രഹം കുട്ടിച്ചാത്തനെല്ലാം കൊടുത്തതിന് ശേഷം കഴകത്തെത്തി അതിനോട് കൂടി തന്നെ ഉത്സവങ്ങൾ തുടങ്ങിയാണ്. പിന്നെ അത് കഴിഞ്ഞ് കഴകം തുറന്ന് വെള്ളാട്ട്, അത് കഴിഞ്ഞ് പിന്നെ വസൂരിമാല വെള്ളാട്ട്, മേലരി വെള്ളാട്ട്, ഇത്രയും വെള്ളാട്ടുകളാണ്. ഗുളികൻ്റെ വെള്ളാട്ട് 6-ാം തീയതിയായി ഇന്ന് രാവിലെയാണ് വെള്ളാട്ടും തെറയും ഒന്നിച്ച് നടക്കുന്നത്. അതിനുശേഷം കുട്ടിച്ചാത്തൻ തെറയ്ക്ക് ശേഷം പിന്നെ കുട്ടിച്ചാത്തൻ തന്നെ ഈ തെറയിൽ തന്നെ ബൈക്കുട്ടിച്ചാത്തനും പിന്നെ ഈ കുട്ടിച്ചാത്തനും ഉണ്ട്. അത് ഇങ്ങനെ 2 നടക്കുന്നത്. പിന്നെ അതിന് ശേഷം പിന്നെ ഭദ്രകാളിത്തറ ഇപ്പോൾ ഉണ്ട്. ഭദ്രകാളിക്ക് ഗുരുസിയുണ്ട്. അതിന് ശേഷം പിന്നെ കണ്ടാറിനും ഗുരുസിയും 64 കളത്തിൽ ഗുരുസിയും കാര്യങ്ങളും പിന്നെ അത് ഏറ്റവും സമാപനമായിട്ട് പൊലക്കുട്ടിച്ചാത്തൻ്റെ തെറയും കാര്യങ്ങളും അതുണ്ട്. ഇതിൻ്റെ തുടക്കം എന്ന് പറയാന്ന് വെച്ചാൽ മീനങ്ങാടിയിലാണ് അച്ഛൻ്റെ തറവാട്. മീനങ്ങാടിയിലെ തറവാട്ടിലെ ഉത്സവവും ഞാൻ തന്നെയാണ് നടത്തി പോകുന്നതും അതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി ചെയ്യുന്നതും പിന്നെ അതിൻ്റെ കോമരവും കാര്യങ്ങളും പൂജയും എല്ലാം തന്നെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ അത് അച്ഛൻ്റെ വീടാണ്. പിന്നെ അച്ഛൻ്റെ അനിയന്മാരും ഉണ്ട്, ഇവിടെ നമ്മുടെ സുഹൃത്തുക്കളുണ്ട്. എല്ലാവരും തന്നെ നല്ല കഷ്ടപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവിടെ നിന്നാണ് അതിൻ്റെ തുടക്കങ്ങൾ മീനങ്ങാടിയിൽ. അതിൽ നിന്ന് വന്നൊരു സംഭവങ്ങളാണ് അച്ഛൻ ഇവിടെ ചെയ്തു. ആദ്യം കുറച്ച് കാലം മുന്നേ ഇവിടെ വെള്ളാട്ട് നടത്തിയായിരുന്നു. ഞാനൊക്കെ ചെറുതായ സമയത്ത് സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് വെള്ളാട്ട്. അതിനൊരു ഇതില്ലാണ്ട് അച്ഛൻ പൂജയും കാര്യമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയി. പിന്നെ നമ്മളും അതിനൊരു ഇത് കൊടുത്തില്ല. അതിന് ശേഷമാണ് ഈ ഭാഗത്തുള്ള ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടായി വന്നതിന് ശേഷമാണ് എല്ലാവരും ശരിക്കും പറഞ്ഞാൽ കുറച്ച് ആൾക്കാർ എല്ലാവരും തന്നെ ഇവരൊക്കെ തന്നെ എന്നോട് മിണ്ടാത്തൊരവസ്ഥ വന്നിട്ടുണ്ട്. ഇവിടെ എല്ലാവരും തന്നെ ഇവിടെ ഈ കലഹങ്ങളും പിന്നെ വീഴ്ച കാര്യങ്ങളെല്ലാം വന്നതിന് ശേഷം എല്ലാവരും തന്നെ അങ്ങനെ ഒരു ദിവസം പ്രഭാരേട്ടൻ എന്നോട് പറഞ്ഞു, മധു ഇങ്ങനെ സുരേഷ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട്, എല്ലായിടത്തും നോക്കിച്ചപ്പോൾ കാര്യങ്ങൾ ഇതാണ് പറയുന്നത്, അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇതൊന്ന് തുടങ്ങണം, കാര്യങ്ങൾ ചെയ്യണം. അപ്പം ഞാൻ പറഞ്ഞു എന്താ വേണ്ട കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെ ചെയ്ത് തുടങ്ങി വന്നൊരു പരിപാടി. ആദ്യം തന്നെ നമ്മളെ പ്രതിഷ്ഠാ കാര്യം ചെയ്തു. പിന്നെ അതിനുശേഷം സ്വർണ്ണ പ്രശ്നം നടത്തി. അതിൽ വേണ്ട കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് വന്നു. അതിനുശേഷം ഇവിടെ ഗുളികൻ കുട്ടിച്ചാത്തൻ, ഭദ്രകാളി ഭഗവതി, വല്ലൂരമ്മയും ഭഗവതി, പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ പള്ളിയറ ഭഗവതിയാണ് ഉദ്ദേശിക്കുന്നത്. അതും കൂടി എല്ലാം കൂടി ഇവിടെ പ്രതിഷ്ഠയിലാക്കി. അതിനുശേഷം പിറ്റത്തെ ഒരു വർഷം ശേഷം കണ്ടാറിന് പൊലക്കുട്ടിച്ചാത്തൻ ഇവിടെ പ്രതിഷ്ഠയും കാര്യങ്ങളും ആക്കി ഉത്സവവും കൊണ്ടാടും. ഇപ്പോൾ ഈ ഭാഗത്തെന്ന് വെച്ചാൽ എൻ്റെ അറിവിൽ ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടായിട്ടൊന്നും ആർക്കും ഇല്ല എന്നുള്ളത്. അത് വേണമെങ്കിൽ ഇവരോട് തന്നെ ചോദിക്കാം, കാര്യങ്ങൾ ഇവർ തന്നെ പറഞ്ഞു തരും, അതിൻ്റെതായ വ്യക്തമായ കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പം എന്ന് വെച്ചാൽ ഇവിടെ ജാതി മതം തന്നെയാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. മുസ്ലിംസും ആണ് ഏറ്റവും കൂടുതൽ ഇവിടെ വന്ന് കാര്യങ്ങൾ ചെയ്യുന്നതും വഴിപാട് തരുന്നതും എല്ലാം തന്നെ ചെയ്യുന്നത്. നമ്മൾ പിരിവെല്ലെടുത്തിട്ടാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതും പിന്നെ നല്ല രീതിയിൽ സഹകരിച്ചിട്ടാണ് ചെയ്യുന്നത്. എല്ലാ ജനങ്ങളും ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. മറ്റേ വീഴ്ചകളോ മറ്റേ വലിയ അസുഖങ്ങളോ അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. അതോടൊപ്പം തന്നെ ആളുകൾ നമ്മളിപ്പോൾ 6-7ാമത്തെ വർഷമാണ്. കൊറോണ സമയം ഒഴികെ ബാക്കി ഇപ്പം തുടർച്ചയായിട്ട് തെറയും വെള്ളാട്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ ഓരോ വർഷവും ആളുകൾ കൂടുന്നു. എല്ലാ കാര്യങ്ങൾക്കും സഹകരണമുണ്ട്. ഓരോ വർഷം കഴിയുന്നവർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ പണികളും പിന്നെ മറ്റുണ്ട്. ക്ഷേത്രം എന്താ വെച്ചാൽ ഇവിടെ പിന്നെ ഈ ഭഗവതിക്ക് അമ്പലം ഉണ്ടാക്കണം, കുട്ടിച്ചാത്തൻ ഉണ്ടാക്കണം, പിന്നെ ഗുളികന് വേണ്ട, ബാക്കിയൊന്നിനും വേണ്ട. പിന്നെ കുറച്ച് നിരത്തി മണ്ണൊക്കെ നിരത്തി കുറച്ചും കൂടി വിപുലീകരിക്കാറുണ്ട്. അത്രയും കൂടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാം. ഇപ്പോൾ ഇതിനുമായിട്ട് ബന്ധപ്പെട്ട് ആർക്കും തന്നെ ഒരു ബുദ്ധിമുട്ടോ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളോ പറഞ്ഞെടുത്തില്ല. പിന്നെ അന്നദാനം എല്ലാ ദിവസവും ഉണ്ട്. ഈ ഉത്സവത്തിന് എല്ലാ ദിവസവും ഉച്ചയ്ക്ക്, രാത്രി, രാവിലെ 2 ദിവസം ഫുള്ളായിട്ട് അന്നദാനം കൊടുക്കുന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ എല്ലാ വിവിധ മതസ്ഥരും ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. വിശ്വാസം ഉള്ളവർ തന്നെയാണ് വരുന്നത്.
അല്ലാണ്ട് ഒരു പരീക്ഷണത്തിനായിട്ട് ആൾക്കാർ വരുന്നില്ല. അങ്ങനെ ഒരു നല്ല രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വ്യവഹാരം കാത്തു പരിപാലിക്കണം. അതിൽ ഒരാക്കാര്യത്തെ വിരത്തി തീരാക്കാര്യത്തെ തീർത്ത് ശത്രുക്കൂട്ടം കെടുക്കാതെ ചൈതന്യമായിട്ടുള്ള ഒരു അനുഭവം മാതാവ് കൽപ്പിച്ചിട്ട് വാങ്ങിത്തിരിച്ച് കയ്യേൽക്കുന്നത് കേട്ടോ. പ്രധാനമേ വിദ്യയൊക്കെ കരുത് വരുന്നുണ്ടല്ലോ അല്ലേ. എന്നാലും സന്തോഷമായിട്ട് മാതാവ് ആനന്ദനൃത്തം ചവിട്ടിയത് ദർശിക്കാനായില്ല അല്ലെ. സന്തോഷമായില്ല, അത് കണ്ടില്ല. സാക്ഷിയായും തളായും മാതാവ് ഉണ്ടാവും കേട്ടോ. അതുപോലെ അല്പസന്തോഷമായിട്ട് 4-ാം മഠത്തിൽ നിറദീപം കൽപ്പിച്ച് വരുമ്പോൾ ചൈതന്യമായിട്ട് കിഴിഞ്ഞിറങ്ങാൻ മാതാവ് ഉണ്ടാവും കേട്ടോ. സന്തോഷമായിട്ട് കീഴെടുക്കാം കേട്ടോ. ഐശ്വര്യമായിട്ട് പടിപടിയായിട്ടുള്ള വിവരിച്ച കൽപ്പിച്ചു കൊടുക്കാം കേട്ടോ. കടുങ്ങനെയല്ല, പടിപടിയായിട്ട് ഇല്ലേ. എന്താ പടിപടിയായിട്ടാണ് എന്തും, എന്നാലേ അതിന് ചൈതന്യം ഉണ്ടാവും. ആഡംബരമല്ലേ, ഐശ്വര്യമല്ലേ, പേരും പെരുമയായില്ലേ ഇപ്പൊ അല്ലേ. 4 മാലോറ മുമ്പില് എന്റെ കലകാട്ടക്കുനിക്ക് മുമ്പായിട്ട് എന്റെ സന്താനത്തിനും പേരും പെരുമയായില്ലേ. എന്റെ കുഞ്ഞുകുട്ടിപ്പൈതങ്ങളെ കാത്തു പരിപാലിച്ചിട്ടുണ്ടല്ലോ അല്ലെ. ആയിരത്തി എനിക്ക് കൽപ്പിച്ചൊരു തക്കാരം അല്ലെ, മറുപടിയാവണ്ണം മാതാവ് വാങ്ങി അനുഭവിക്കുന്നു കേട്ടോ. മാതാവ് കേട്ടോ അല്പമായിട്ട് എന്റെ കറയിൽ ചെറുപ്പമായിട്ടുള്ളൊരു മറുപടിയാവണ്ണം വാങ്ങി അനുഭവിച്ച് ചൈതന്യമായിട്ട് കേട്ടു.
എണ്ണങ്ങളൊക്കെ